സ്വർണം എന്നാൽ മലയാളിക്ക് ആഭരണം മാത്രമല്ല, അതൊരു നിക്ഷേപമാണ്. പണ്ടുകാലം മുതലേ മലയാളികൾ കൂടുതലും സ്വർണത്തിലാണ് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ടുതന്നെ പരമ്പരാഗത സ്വത്തായും മറ്റും സ്വർണ്ണാഭരണങ്ങൾ കൈമാറി വരുന്നു. പ്രമുഖ ബിസിനസ് ജേണലായ കമ്മോഡിറ്റി ഓൺലൈൻ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ സ്വർണ്ണ വിപണിയുടെ 20% കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ വീട്ടിലും തലമുറകളായി കൈമാറി വന്ന സ്വർണമോ കുറച്ച് പഴക്കമേറിയ സ്വർണമോ ഉണ്ടാകും. ഇങ്ങനെ സ്വർണം സൂക്ഷിക്കുന്നവരെ ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിൽ HUID മാർക്കില്ലെങ്കിൽ 2024 ഏപ്രിൽ 1 മുതൽ അത് വിൽക്കാൻ പറ്റില്ലെന്നാണ് പ്രചരിക്കുന്ന വാർത്ത. അതുകൊണ്ട് ഏപ്രിൽ 1 മുൻപായി ഈ സ്വർണം വിൽക്കണമെന്നും ചിലർ പറയുന്നു. ചിലർ ഇതിന് പോംവഴിയുമായും രംഗത്ത് വന്നിട്ടുണ്ട്. 40 മുതൽ 200 രൂപ വരെ ചെലവാക്കി സ്വർണ്ണക്കടകളെ സമീപിച്ചാൽ അവർ ഓരോ ആഭരണത്തിനും HUID മാർക്കിട്ട് തരുമെന്നാണ് അവകാശവാദം. ഈ വാർത്തകൾ വിശ്വസിച്ച് പലരും ആശങ്കയിലാണ്. യഥാർത്ഥത്തിൽ എന്താണ് സത്യം? HUID മാർക്കില്ലാത്ത വീട്ടിലിരിക്കുന്ന പഴയ സ്വർണം ഈ വർഷം ഏപ്രിൽ 1 ശേഷം വിൽക്കാൻ സാധിക്കില്ലേ? സാധിക്കുമെന്ന് തന്നെയാണ് ഉത്തരം. 2021 ജൂലൈ 1 മുതലായിരുന്നു സ്വർണ്ണാഭരണങ്ങളിൽ ഹോൾമാർക്ക് ID മുദ്ര HUID നിർബന്ധമാക്കിയത്. HUID മാർക്കില്ലാത്ത വീട്ടിലിരിക്കുന്ന പഴയ സ്വർണം ഈ വർഷം ഏപ്രിൽ 1 ശേഷം വിൽക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നത് തെറ്റായ വാർത്തയാണെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഡോക്ടർ S. അബ്ദുൽ നാസർ 24news.com പറഞ്ഞു. HUIDയും ഹോൾമാർക്കിങ്ങും എല്ലാം വരുന്നതിന് മുൻപേയുള്ള സ്വർണങ്ങൾ നിലവിലുണ്ടെന്നും ആ സ്വർണത്തിന്റെ മാറ്റനുസരിച്ചുള്ള വില ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതൊരു തെറ്റായ ഇൻഫർമേഷനാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിന് ഏതാണോ മാറ്റനുസരിച്ചുള്ള വില ലഭിക്കും. അതിന് യാതൊരു പ്രശ്നങ്ങളും നിലനിൽക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്കിലോ ജ്വല്ലറികളിലോ അല്ല, മറിച്ച് വീടുകളിലാണ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യ ഡയറക്ടർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 2020-21 വർഷത്തിൽ ഇന്ത്യക്കാരുടെ വീടുകളിൽ 2 മുതൽ 13,000 ടൺ വരെ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്. 2023 ആയതോടെ ഈ കണക്ക് 24 മുതൽ 25,000 ടണ്ണിലേക്ക് ഉയർന്നു. ഇതോടെ ഇന്ത്യയുടെ GDPയുടെ 40% ഉയർന്നു സ്വർണ്ണ നിക്ഷേപം. ഓക്സ്ഫോർഡ് ഗോൾഡ് ഗ്രൂപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തെ 11% സ്വർണം മാത്രമാണ് ഇന്ത്യൻ കുടുംബങ്ങളുടെ കൈവശമുള്ളത്. അതായത് 25,000 ടൺ സ്വർണം. US, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, IMF എന്നിവയുടെയെല്ലാം ഗോൾഡ് റിസർവിന്റെ ആകെത്തുകയേക്കാൾ വലുതാണ് ഈ സംഖ്യ. സ്വർണ്ണശേഖരത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളത് അമേരിക്കയാണ്. ഇക്കോണമി ആൻഡ് മാർക്കറ്റ്സ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ ഗോൾഡ് റിസർവ് 8,233.5 മെട്രിക് ടണ്ണാണ്. രാജ്യത്തിന്റെ 75% ഫോറിൻ റിസർവും സ്വർണമാണ്. രണ്ടാം സ്ഥാനത്ത് ജർമ്മനിയാണ്. 3,359.1 മെട്രിക് ടൺ സ്വർണമാണ് ജർമ്മനിയുടെ ഗോൾഡ് റിസർവായുള്ളത്. 2,451.8 ഗോൾഡ് റിസർവുമായി ഇറ്റലിയാണ് 3-ാം സ്ഥാനത്തുള്ളത്.